എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ കണ്ണൂർ ബേക്കറി സ്പെഷ്യൽ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം ഇതൊരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്താ വേണ്ടത് അല്ലേ? അപ്പം നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ നല്ലൊരു കിണ്ണത്തപ്പം റെഡിയാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 450 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിന്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അടുപ്പ് ഓണാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതിലെ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ശർക്കര മെൽറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഒരുപാട് വേവ് കൂടിപ്പോകരുത്, 2 വിസിൽ മതി. അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഒരുപാടങ്ങ് വറ്റി കുറുകൊന്നും വേണ്ട, ഒന്ന് തിളച്ച് ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനിതാ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടേനു. 250 ml കപ്പിന് 1 കപ്പാണ് കേട്ടോ പച്ചരി എടുത്തിന്. അപ്പോൾ കപ്പ് ഇല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ്സിന് അളന്നിട്ട് എടുത്താലും മതി. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം മിക്സീൻ്റെ ജാറിലേക്ക് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അരി മുഴുവനും ഇട്ടതിന് ശേഷം ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ അരി നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കിണ്ണത്തപ്പം റെഡിയാക്കുന്നത്, ഞാൻ ഇതുപോലത്തെ ഉരുളിയാണ് എടുത്തിന്. ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. അതിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. അത് മുഴുവനും മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊരു അരിപ്പയിലേക്ക് ഇത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരിച്ചിട്ട് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കുക. ഇതിൽ 1-ാം പാൽ വേറെ 2-ാം പാൽ വേറെ അങ്ങനെയൊന്നും വേണ്ട. മുഴുവനായിട്ട് പാലെടുത്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാലെല്ലാം എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പീര ഉണ്ടല്ലോ അത് വീണ്ടും മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്നും കൂടെ പാൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അരിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കുക. അധികം കട്ടിയിലുള്ള പാലല്ല വേണ്ടത്, കുറച്ച് ലൂസിലുള്ള പാലാണ്. അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഞെക്കി പിഴിഞ്ഞിട്ട് മുഴുവൻ തേങ്ങാപ്പാൽ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇതാ തേങ്ങാപ്പാലെല്ലാം റെഡി ആയിട്ടുണ്ട്. എത്ര ഉണ്ടെന്ന് ഞാൻ ഇതിൽ ഒഴിക്കുമ്പോൾ അളന്നിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ നമുക്ക് ഈ ഒരു നമ്മൾ അരി അരച്ചൊഴിച്ചില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 3.25 കപ്പ് തേങ്ങാപ്പാലാണ് ഉള്ളത്. നമ്മൾ ഈ ഒരു കപ്പിന് 250 ml കപ്പിന് 3.25 കപ്പ്. എന്നിട്ട് അതിലേക്ക് തന്നെ ശർക്കര പാനിയും കൂടെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ഒന്ന് ചൂടെല്ലാം പോയിട്ടുണ്ട്. ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്നങ്ങ് ഈ നമ്മൾ അരി അരച്ചെല്ലാം ഒഴിച്ചതല്ല, അതുകൊണ്ടങ്ങ് ചെറുതായിട്ട് കട്ട കെട്ടിയതുപോലെ ആയിപ്പോവും. അതുകൊണ്ടൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലൂസാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല, അധികം തിക്കായി പോകരുത്. ഇതുപോലെ കുറച്ച് ലൂസിലാണ് ഇത് വേണ്ടത്. ഇനി അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. 1.5 മണിക്കൂറാവും ഇത് റെഡിയായി കിട്ടാൻ. റെഡിയാവുന്നത് വരെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ എങ്കിൽ ഇതിൻ്റെ പണി എന്ന് പറയുന്നത് ഈ ഇളക്കുന്നതാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2ആളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഒരാൾ ഇളക്കുക, അത് കഴിയുമ്പോൾ മറ്റൊരാൾ ഇളക്കുക, അങ്ങനെ നല്ല ഈസി ആയിരിക്കും. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ 1.5 മണിക്കൂറോളം ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്.
അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ലാസ്റ്റ് വരെ ആ ഒരു തീയിൽ മാത്രം വെക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാകുന്നൊന്നും വിചാരിക്കേണ്ട. ചെറിയ തീയിൽ തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഇതുമൊക്കെ കിട്ടുക. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിച്ച് കരിഞ്ഞ് അങ്ങനെയെല്ലാം ആയിപ്പോവും. അപ്പോൾ ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂറായപ്പോൾ ഈ ഒരു ലെവലിലായിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാം, അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ ആ ഒരു സമയം എല്ലാം ആകുമ്പോൾ കാണിക്കാം. കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. കൈവിട്ട് കഴിഞ്ഞാൽ അടുക്കി പിടിക്കും, ആ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് കൈവിടാണ്ട് ഇതുപോലെ ഇളക്കി ഇത് കുറുക്കി വേവിച്ച് റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഒരു 1/4 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു കളറായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിയുമ്പോൾ വീണ്ടും നല്ലൊരു കളറെല്ലാം ആയി വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ഗീയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകിൽ വെളിച്ചെണ്ണയും ഗീയും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം അല്ലെങ്കിൽ ഗീ മാത്രം ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഈ ഒരു മിക്സിൽ നന്നായിട്ട് പിടിച്ചെന്ന് കാണുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവാനായിട്ട് വെച്ച കടലപ്പരിപ്പ് ഉണ്ടല്ലോ, 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കടലപ്പരിപ്പ് ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാവും. ഇടയ്ക്ക് കടലപ്പരിപ്പ് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കടലപ്പരിപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കടലപ്പരിപ്പെല്ലാം ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1/4 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറോളായി നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. 1 മണിക്കൂറാകുമ്പോൾ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെന്ന്. റെഡി ആയിട്ടൊന്നുമില്ല. നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടണം. ഇപ്പോൾ കാണുമ്പോൾ വിട്ട് വരുന്നത് പോലെയെല്ലാം ഉണ്ടാവും, പക്ഷേങ്കിൽ റെഡി ആയിട്ടില്ല. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂറോളം ഇളക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് കിണ്ണത്തപ്പം റെഡിയായി കിട്ടും. ഉരുളിയിൽ നിന്ന് നന്നായിട്ട് വിട്ട് ചെറുതായിട്ട് സൈഡിലൂടെ എണ്ണ തെളിയുന്ന ആ ഒരു പരുവാവണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇളക്കുന്ന സമയത്ത് ഇതുപോലെ ചട്ടകത്തിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് ഇളക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ ഈ ഒരു കിണ്ണത്തപ്പം റെഡിയാവാനായിട്ടുണ്ട്. നമുക്ക് റെഡിയായിനോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപ്പണിയുണ്ട്. ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ആ സ്പൂണിൽ പറ്റിപ്പിടിക്കാണ്ട് നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ റെഡിയായി എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഇനി നമുക്കൊരു 1/4 മണിക്കൂറും കൂടെ വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്ക് റെഡിയായി കിട്ടും. ചെറുതായിട്ടൊന്ന് സ്പൂണിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1/4 മണിക്കൂറും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. അന്നേരം വീണ്ടും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും നമ്മൾ ഇളക്കാൻ തുടങ്ങിയിട്ട് 1/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചട്ടകത്തിലുള്ളതെല്ലാം അതിലേക്ക് ഒന്ന് വടിച്ചിട്ട് ആക്കി കൊടുക്കുക. സൈഡിൽ നിന്നെല്ലാം എണ്ണ ഇങ്ങനെ ചെറുതായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി നോക്കിയതിന് ശേഷം നമുക്ക് എടുക്കാം. സ്പൂണിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് സെർവ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിന്. അതിൽ അല്പം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ചൂടോടെ തന്നെ ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. ഒരു സ്പാച്ചുല വെച്ചിട്ട് ലെവലാക്കി കൊടുത്താൽ മതി. സ്പാച്ചുലയോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ലെവലാക്കി കൊടുക്കുക. ചൂടോടെ തന്നെ ഇത് ചെയ്യണം കേട്ടോ. ചൂട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലെവലാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇട്ട ഉടനെ തന്നെ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. മുകൾ ഭാഗം നന്നായിട്ട് ലെവലാക്കിയതിന് ശേഷം നമുക്കിതൊരു 2-3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിൻ്റെ ഉള്ളിലത്തെ ചൂടെല്ലാം പോയി നന്നായിട്ടൊന്ന് സെറ്റാവണം. ഒന്ന് ചൂടെല്ലാം പോയി തണിയണം. അന്നേരമാണ് നമ്മൾ എടുക്കേണ്ടത്.
നിങ്ങളൊന്നും വിചാരിക്കരുത്, എൻ്റെ ആക്രാന്തം കൊണ്ട് എൻ്റെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനൊരു അരമണിക്കൂറായപ്പോൾ ഇതിനെ മറ്റൊരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളെല്ലാം ചെറിയ ചൂടുമുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റാണ്. അതൊന്നും സെറ്റായിട്ടില്ല. നന്നായിട്ട് ചൂടെല്ലാം പോയി നല്ലതുപോലെ സെറ്റാവണം. അപ്പോഴാണ് നല്ല ആ ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു രീതിയിൽ ആവുക. ഇപ്പം വായിലിട്ട അലിഞ്ഞു പോകുന്നത് പോലെയാണ് ആയിന്. അപ്പോൾ എൻ്റെ ആക്രാന്തം കൊണ്ട് ഞാനൊരു 2 പീസ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവനും അങ്ങനെ തന്നെ അവിടെ വെച്ചു. എന്നിട്ടൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളത് കട്ട് ചെയ്തത്. ഇതിപ്പോൾ ഇതിങ്ങനെ നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. ഈ ഒരു രീതിയിൽ അത്ര രസമില്ല കഴിക്കാൻ. കറക്റ്റ് അതിൻ്റെ ആ ഒരു ഇതിൽ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ടേസ്റ്റ് ഉണ്ട്, എന്നാലും ആ ഒരു എനിക്കിഷ്ടമുള്ള ആ ഒരു രീതി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഇലാണ്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല കറക്റ്റ് കിണ്ണത്തപ്പത്തിൻ്റെ ആ ഒരു സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ട, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിൽ പിന്നെ കട്ട് ചെയ്താൽ മതി കേട്ടോ. വേഗം തന്നെ അങ്ങ് കട്ട് ചെയ്ത് കഴിക്കണ്ട. 3 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.